തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചില വാർഡുകളിൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന നാൾ മുതൽ തന്നെ എല്ലാവരോടും പറഞ്ഞിരുന്നു, അനധികൃത നിർമ്മാണങ്ങൾ അവസാനിപ്പിക്കണം. മുൻപ് ആരെങ്കിലുമൊക്കെ സ്വാധീനിച്ച് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാൽ ഈ ഭരണസമിതി അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. എല്ലാവർക്കും പെർമിറ്റ് എടുത്ത് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് കൺസ്ട്രക്ഷൻ നടത്തുവാനുള്ള എല്ലാ സമയവും കൊടുത്തിരുന്നു, ആവശ്യത്തിൽ കൂടുതൽ സമയം കൊടുത്തിരുന്നു. അപ്പോഴും മുൻപുണ്ടായിരുന്ന ചില കീഴ്വഴക്കങ്ങൾ അതുപോലെ തന്നെ തുടർന്നുകൊണ്ട് ചില ഉദ്യോഗസ്ഥന്മാരെയൊക്കെ തന്നെ സ്വാധീനിച്ചുകൊണ്ട് അനധികൃതമായി സിറ്റിയിൽ പല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതായിട്ടുള്ള വിവരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ വിവരങ്ങൾ ഫീൽഡിൽ നിന്ന് ശേഖരിച്ചു, പൊതുജനങ്ങളിൽ നിന്ന് ശേഖരിച്ചു, മാധ്യമപ്രവർത്തകരിൽ നിന്ന് ശേഖരിച്ചു, ഓഫീസിൽ അതിൻ്റെ രേഖകൾ വിലയിരുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നു മുതൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുവാൻ വേണ്ടി കോർപ്പറേഷൻ സെക്രട്ടറിയെയും അതോടൊപ്പം തന്നെ മരാമത്ത് ചെയർപേഴ്സണുണ്ട്, നമ്മുടെ AE ഉണ്ട്, AXC ഉണ്ട്, അവരെയൊക്കെ കൂട്ടി ഈ സ്ഥലത്തെ ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുണ്ട്, ഇവിടുത്തെ ഓവർസിയർമാർ എല്ലാവരെയും കൂട്ടി ഞങ്ങൾ ഫീൽഡ് വിസിറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റിൽ നിന്നും നോക്കിയാൽ കാണുന്ന ദൂരമാണുള്ളത്. ഈ സ്ഥലത്തുൾപ്പെടെ അനധികൃത നിർമ്മാണം തടിച്ചു കൊഴുക്കുകയാണ്. സിറ്റിയുടെ പല ഭാഗത്തും നടക്കുന്ന ഇത്തരത്തിലുള്ള അനധികൃത നിർമ്മാണങ്ങളാണ് ഇവിടെ വെള്ളക്കെട്ടുണ്ടാവാൻ കാരണമാകുന്നത്, അതോടൊപ്പം തന്നെ യാത്ര ബുദ്ധിമുട്ടുണ്ടാകാൻ കാരണമാകുന്നത്. ആരായാലും എത്ര കൊലക്കൊമ്പനായാലും അനധികൃത നിർമ്മാണം ഒന്നും അനുവദിക്കുന്ന പ്രശ്നമില്ല. അനധികൃതമായി നിർമ്മിച്ച എല്ലാം തന്നെ പൊളിച്ചു മാറ്റും. ഒരുപക്ഷെ അവർ കോടതിയിലൊക്കെ പോയിട്ട് കുറച്ചു കാലം അതിനെ നീട്ടുമായിരിക്കാം, എന്തെങ്കിലുമൊക്കെ നൂലാമാലകൾ പിടിച്ചിട്ട് കുറച്ചു കാലം നീട്ടുമായിരിക്കാം. ഒരു കാരണവശാലും കോർപ്പറേഷൻ ഭരണസമിതി ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും സാമ്പത്തികം കൊടുത്ത് അവരെ സ്വാധീനിച്ചുകൊണ്ട് നിയമങ്ങൾ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള പരിശ്രമമെങ്കിൽ ഒരു കാരണവശാലും അവരുടെ മുമ്പിൽ ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾ തയ്യാറായില്ല. ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലത്തുള്ള പുളിമൂടിനടുത്തുള്ള ഈ ഇട റോഡിലെ അനധികൃത നിർമ്മാണം മുൻപ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ താഴെത്തട്ടിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുള്ളതാണ്. ഞങ്ങളിപ്പോൾ സ്റ്റോപ്പ് മെമ്മോ ചെയ്യാൻ വേണ്ടി എഴുതി തുടങ്ങിയപ്പോഴാണ് ആ വിവരം വരുന്നത്. സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടും നിർത്താതെയാണ് ഇത് തുടങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ അടുത്തത് പ്രൊഫഷണൽ ഓർഡറാണ് കൊടുക്കേണ്ടത്. ആ പ്രൊഫഷണൽ ഓർഡർ തയ്യാറായിക്കൊണ്ടിരിക്കുക, ഓഫീസിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ പ്രൊഫഷണൽ ഓർഡർ കൊടുക്കും. തൊട്ടടുത്തൊരു കെട്ടിടം ഇതുപോലെ തന്നെ പെർമിറ്റ് എടുക്കാതെ അവിടെയും നിർമ്മാണം നടക്കുകയാണ്. അവിടെ സ്റ്റോപ്പ് മെമ്മോ ഇപ്പോൾ കൊടുക്കുകയാണ്. അപ്പോൾ പ്രൊഫഷണൽ ഓർഡർ കൊടുത്തതിന് ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് പോകും. അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോഴേക്കും അതിന് അവർക്ക് വിശദീകരണം നൽകാനുള്ള സമയമുണ്ട് നിയമത്തിൽ. അതിൽ തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ അടുത്ത നടപടികളുമായിട്ട് പോകും. കൺഫർമേഷൻ ഓർഡർ കൊടുത്തിട്ട് മുമ്പോട്ട് പോകും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിവിടെ ഒരു തുടങ്ങുകയാണ്. ഇതൊക്കെ ചെറിയ ചെറിയ നിർമ്മാണങ്ങളാണ്. വലിയ കൊലക്കൊമ്പന്മാർ സിറ്റിയിൽ പല സ്ഥലത്തും നിർമ്മിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഒരു വിട്ടുവീഴ്ചയുമില്ല. അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ തന്നെ പൊളിച്ചു മാറ്റണം, അല്ലെങ്കിൽ ഇവിടെ അവസാനിപ്പിച്ചോളണം. ഒടുവിൽ നിങ്ങളുടെ സമയനഷ്ടവും പണനഷ്ടവും ഉണ്ടാകുന്നതിന് കോർപ്പറേഷൻ ഉത്തരവാദിയായിരിക്കില്ല. നിർമ്മിച്ചു പോയി അതുകൊണ്ടങ്ങ് പോകട്ടെ എന്ന് കരുതുന്ന നിലപാട് ഈ ഭരണസമിതി സ്വീകരിക്കില്ല. നിയമപരമായിട്ട് നിങ്ങൾക്ക് ഏതറ്റം വരെയും പോകാം, അത് പ്രശ്നമില്ല. പക്ഷേ ഈ നാടിൻ്റെ സ്വത്തുവകകൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതിക്കുണ്ട്. അക്കാര്യത്തിൽ ഉദ്യോഗസ്ഥരും ഞങ്ങളൊക്കെ തന്നെ കൃത്യമായ തീരുമാനമെടുത്തിട്ടുണ്ട്. സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഒന്നാണ് നിയമകാര്യപരമായ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഇപ്പോൾ പാളയത്ത് രാത്രിയുടെ മറവിൽ കെട്ടിപ്പൊക്കിയൊക്കെ തന്നെ ഒരു ദിവസം കൊണ്ട് പൊളിച്ചു മാറ്റിയത് എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് വിനയപുരസരം അപേക്ഷിക്കാറുള്ളത്. ഇല്ല, ഞങ്ങളുടെ സ്ക്വാഡൊക്കെ തന്നെ കാര്യക്ഷമമാണ്. ആ സ്ക്വാഡ് കണ്ടുപിടിച്ചിട്ടാണല്ലോ ഇവിടെ സ്റ്റോപ്പ് കൊടുത്തത്. ഇപ്പോഴും ഞങ്ങൾ വിളിച്ചപ്പോഴേക്കും സ്ക്വാഡിൽ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയല്ലോ. അല്ല, ഞങ്ങളുടെ ജീവനക്കാർ വളരെ ഉചിതമായിട്ടൊക്കെ ഇടപെടുന്നുണ്ട്. പക്ഷേ ഈ അനധികൃത നിർമ്മാണം നടത്തുന്നവർ സിറ്റിയിലെ തന്നെ പല കൊലക്കൊമ്പന്മാരും ആയതുകൊണ്ട് ജീവനക്കാർക്ക് ചില സമയങ്ങളിൽ പരിമിതി ഉണ്ടാവും. ഇപ്പോൾ രാത്രിയൊക്കെ വനിതാ ജീവനക്കാർക്കൊക്കെ വന്നിട്ട് ഇതിനെ തടയുവാനുള്ള പരിമിതി ഉണ്ടാവും. പോലീസുമായി സംസാരിച്ചിട്ടുണ്ട്. ആവശ്യമുള്ള ഘട്ടത്തിൽ പോലീസിൻ്റെ സഹായം ആവശ്യമാണെങ്കിൽ പോലീസുമായി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇനി ജീവനക്കാർ എവിടെയെങ്കിലും ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് പാളിച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഈ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എഞ്ചിനീയറിംഗ് വിങ്ങിലെ മുഴുവൻ ജീവനക്കാരെയും വിളിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും പാളിച്ച ഉണ്ടായെന്ന് ബോധ്യപ്പെട്ടാൽ സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ശക്തമായ ആക്ഷൻ വരും. കഴിഞ്ഞ ദിവസം ഇങ്ങനെ പാളിച്ച ഉണ്ടായ ഒരു ജീവനക്കാരിക്ക് നേരെ എടുത്തിട്ടുള്ള നിയമ നടപടി നിങ്ങൾ കോർപ്പറേഷനിൽ അന്വേഷിച്ചാൽ മനസ്സിലാവും. എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് അതിന് വേണ്ടി ഇപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. ഇത് എല്ലാവർക്കും ഇപ്പോൾ അതായത് ഒരു പേപ്പറിലൂടെ വായിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ വന്ന് കണ്ടിട്ട്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ വീണ്ടും ഒരുമിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആർക്കും ആരും പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട. ഇതിൽ തീരുമാനമെടുക്കാൻ
ഉത്തരവാദിത്തപ്പെട്ടവരാണ്. സെക്രട്ടറി ഉണ്ട്, മരാമത്ത് ചെയർപേഴ്സൺ ഉണ്ട്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ട്, അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ട്. അപ്പോൾ അത് ഈ ഭാഗത്ത് AE ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഉണ്ട് ഒരു തീരുമാനം എടുക്കേണ്ടത്. അപ്പോൾ ഇവർക്കിവിടെ നടന്നത് എന്താണെന്ന് നേരിട്ടറിയാം. അപ്പോൾ ആരുടെയും പേപ്പർ വായിച്ച് പഠിച്ചിട്ട് തീരുമാനം എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ.